നാളെ എന്താകുമെന്നോർത്ത് നിങ്ങൾ ഭയപ്പെടുന്നുണ്ടോ? നാളത്തെ ജീവിതം, ജോലി, മക്കളുടെ ഭാവി, സാമ്പത്തികം, ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ നിങ്ങളെ ഉറക്കമില്ലാത്ത രാത്രികളിലേക്ക് തള്ളിവിടാറുണ്ടോ? പലപ്പോഴും നമ്മൾ വിചാരിച്ചതുപോലെയല്ല നമ്മുടെ ജീവിതത്തിൽ കാര്യങ്ങൾ നടക്കുന്നത്. നമ്മൾ വലിയ പ്രതീക്ഷയോടെ കെട്ടിപ്പടുത്ത പല പദ്ധതികളും തകർന്നു പോകുമ്പോൾ ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു നാളെ ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകാറുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം ഇന്ന് നമ്മോട് ഉറപ്പിച്ചു പറയുന്നത് മറ്റൊന്നാണ്. നിങ്ങളുടെ നാളെയെക്കുറിച്ച്, നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് മനുഷ്യർക്ക് പദ്ധതികളില്ലെങ്കിലും നിങ്ങളെ സൃഷ്ടിച്ച ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് വലിയൊരു പദ്ധതിയുണ്ട്. മനുഷ്യർ നിങ്ങളെ തള്ളിക്കളഞ്ഞാലും, സാഹചര്യങ്ങൾ പൂർണ്ണമായി എതിരായാലും ദൈവത്തിന്റെ ആ വലിയ പദ്ധതി നിങ്ങളിൽ നിറവേറുക തന്നെ ചെയ്യും. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് നിങ്ങളുടെ നാളെയെയും ഭാവിയെയും കുറിച്ച് ബൈബിൾ നൽകുന്ന അതിശക്തമായ 3 വാഗ്ദാനങ്ങളെ കുറിച്ചാണ്. ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നിങ്ങൾ സ്വീകരിച്ചാൽ ഭാവിയെക്കുറിച്ചുള്ള സകല ഭയങ്ങളും മാറി നിങ്ങളുടെ ഉള്ളിൽ വലിയൊരു പ്രത്യാശ നിറയും. അതുകൊണ്ട് ഈ വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. ചില മിനിറ്റുകൾ മാത്രമാണ് ഈ വീഡിയോ. ഇത് നിങ്ങളുടെ ചിന്തകളെയും ജീവിതത്തെയും പൂർണ്ണമായി മാറ്റിക്കളയും. നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, നമ്മുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ദൈവത്തിന്റെ മനസ്സിൽ നമ്മെക്കുറിച്ചുള്ള പദ്ധതികൾ എന്തൊക്കെയാണ് എന്നാണ്. വിശുദ്ധ ബൈബിളിൽ യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം 11-ാം വാക്യം ഇങ്ങനെ പറയുന്നു: നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല, നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങളെന്ന് യഹോവയുടെ അരുളപ്പാട്. പ്രിയ സഹോദരങ്ങളെ, ഈ വചനം എഴുതപ്പെടുന്ന പശ്ചാത്തലം നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം. ഇസ്രായേൽ ജനത തങ്ങളുടെ സ്വന്തം നാടും വീടും നഷ്ടപ്പെട്ട് ശത്രുക്കളുടെ ദേശമായ ബാബിലോണിൽ അടിമകളായി കഴിയുന്ന കാലത്താണ് ദൈവം പ്രവാചകനിലൂടെ ഈ സന്ദേശം നൽകുന്നത്. നീണ്ട 70 വർഷത്തെ പ്രവാസ ജീവിതം, തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് പോകാൻ കഴിയുമോ എന്ന് പോലും ഉറപ്പില്ലാത്ത അവസ്ഥ, പ്രത്യാശയെല്ലാം പൂർണ്ണമായി നഷ്ടപ്പെട്ട് നാളെയെക്കുറിച്ച് കടുത്ത നിരാശയിലിരിക്കുന്ന ഈ ജനത്തോടാണ് ദൈവം പറയുന്നത്: നിങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള പദ്ധതികൾ എനിക്ക് നന്നായി അറിയാമെന്ന്. മനുഷ്യർ നിങ്ങളുടെ അവസ്ഥ കണ്ടു പറയും, ഇനി ഇവന്റെ നാളെ തീർന്നു, ഇനി ഇവനൊരു ഉയർച്ച ഉണ്ടാകില്ല എന്ന്. എന്നാൽ മനുഷ്യരല്ല നിങ്ങളുടെ നാളെയെ നിർണയിക്കുന്നത്. ഇന്ന് നിങ്ങൾ ഒരുപക്ഷെ തകർച്ചയുടെയോ രോഗത്തിന്റെയോ കടബാധ്യതയുടെയോ ഒരു പ്രവാസ കാലഘട്ടത്തിലൂടെ ആയിരിക്കാം കടന്നു പോകുന്നത്. ആരും സഹായിക്കാനില്ലാതെ, നാളത്തെ ദിവസം എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകുമെന്നറിയാതെ നിങ്ങൾ ഭാരപ്പെടുകയായിരിക്കാം. എന്നാൽ ഇന്ന് ദൈവം നിങ്ങളോട് പറയുന്നു, എൻ്റെ പദ്ധതികൾ നിങ്ങൾക്ക് നന്മയ്ക്കായിട്ടുള്ളതാണ്, അത് തിന്മയ്ക്കായിട്ടല്ല. നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ കഷ്ടത നിറഞ്ഞ അവസ്ഥയല്ല നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാനം. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടില്ല, അതൊരു കോമ മാത്രമാണ്. നിങ്ങൾക്കൊരു നല്ല ഭാവി, പ്രത്യാശയുള്ള അന്ത്യം, ഇവയൊക്കെ ദൈവത്തിന്റെ മനസ്സിലുണ്ട്. ദൈവത്തിന്റെ പദ്ധതികൾ എപ്പോഴും സമയബന്ധിതമാണ്. ദൈവം ഒരുക്കുന്ന ഭാവി മനുഷ്യർ ഒരുക്കുന്നതിനേക്കാൾ എത്രയോ മനോഹരമായിരിക്കും. അതുകൊണ്ട് സാഹചര്യങ്ങളെ നോക്കി ഭയപ്പെടരുത്. നിങ്ങളുടെ നാളെയെ നന്മയാക്കി മാറ്റാൻ പോകുന്ന ദൈവത്തിന്റെ വാഗ്ദാനത്തിൽ ഉറച്ചു വിശ്വസിക്കുക. രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ ഇന്ന് സംഭവിക്കുന്ന എല്ലാ തിന്മകളെയും തകർച്ചകളെയും പോലും നാളത്തെ വലിയ നന്മയ്ക്കാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാം വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു: എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. നമ്മുടെ ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ വരുമ്പോൾ നാം ചോദിക്കാറുണ്ട്, ദൈവമേ, എന്തുകൊണ്ടാണ് ഇതെന്റെ ജീവിതത്തിൽ സംഭവിച്ചത്? ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? എന്നാൽ ബൈബിളിലെ ജോസഫിന്റെ ജീവിതം നോക്കൂ. സ്വന്തം സഹോദരന്മാർ അവനെ വെറുത്തു. അവർ അവനെ ഒരു ശൂന്യമായ പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിട്ടു. പിന്നീട് അപരിചിതർക്ക് അടിമയായി വിറ്റു. അവിടെയും തീർന്നില്ല. പോത്തിഫറിന്റെ വീട്ടിൽ വിശ്വസ്തയോടെ ജീവിച്ചിട്ടും ചെയ്യാത്ത കുറ്റത്തിന്
അവൻ ജയിലിൽ അടയ്ക്കപ്പെട്ടു. വർഷങ്ങളോളം ഇരുണ്ട തടവറയിൽ അവൻ കിടന്നു. മനുഷ്യന്റെ ദൃഷ്ടിയിൽ ജോസഫിന്റെ നാളെ എന്നത് പൂർണ്ണമായി ഇരുളടഞ്ഞതായിരുന്നു. അവന്റെ സ്വപ്നങ്ങളെല്ലാം തകർന്ന് തരിപ്പണമായതുപോലെയാണ് തോന്നിയത്. എന്നാൽ ദൈവത്തിന്റെ വലിയൊരു പദ്ധതി മറ്റൊന്നായിരുന്നു. ആ തടവറയായിരുന്നു അവൻ കടന്നു പോകേണ്ടിയിരുന്ന വഴി. കാരണം ആ തടവറയിൽ നിന്നാണ് ജോസഫ് ഒരൊറ്റ ദിവസം കൊണ്ട് ഈജിപ്ത് എന്ന മഹാസാമ്രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി ഉയർന്നു വന്നത്. വർഷങ്ങൾക്ക് ശേഷം തന്നെ ദ്രോഹിച്ച സഹോദരന്മാരെ വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ ജോസഫ് അവരോട് പറയുന്ന വാചകം ബൈബിളിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ എനിക്ക് വിരോധമായി ദോഷം വിചാരിച്ചു, എന്നാൽ എന്റെ ദൈവമോ ഇന്നുള്ളതുപോലെ അനേകം ജനങ്ങളുടെ ജീവനെ രക്ഷിക്കേണ്ടതിന് അതിനെ നന്മയ്ക്കായിട്ട് തിരിച്ചു കളഞ്ഞു. അതേ സഹോദരങ്ങളെ, മനുഷ്യർ നിങ്ങൾക്ക് വിരോധമായി ആസൂത്രണം ചെയ്യുന്ന ഓരോ ദോഷങ്ങളെയും, നിങ്ങളെ തകർക്കാൻ വേണ്ടി ചെയ്യുന്ന പദ്ധതികളെയും നിങ്ങളുടെ നാളത്തെ വലിയ ഉയർച്ചയ്ക്കുള്ള ചവിട്ടുപടിയാക്കി മാറ്റാൻ ദൈവത്തിന് സാധിക്കും. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന ചില തകർച്ചകൾ ദൈവത്തിന്റെ വലിയൊരു വിജയത്തിനായുള്ള തുടക്കമാണ്. ദൈവം നിങ്ങളെ ഒരു വലിയ സ്ഥാനത്തേക്ക് മാറ്റുന്നതിന് മുൻപ് നിങ്ങളെ ഒരുക്കുകയാണ്. അതുകൊണ്ട് ഇന്നത്തെ കഷ്ടതകളിൽ തളർന്നു പോകരുത്. എല്ലാം നന്മയ്ക്കായി തീർക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. മൂന്നാമതായി, നിങ്ങളുടെ നാളെയെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികൾ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടണമെങ്കിൽ നിങ്ങൾ ആകുലതകളിൽ നിന്ന് വിടുതൽ നേടണം. യേശുക്രിസ്തു തന്റെ ഗിരിപ്രഭാഷണത്തിൽ നാളെയെക്കുറിച്ചുള്ള മനുഷ്യന്റെ ഭയത്തെക്കുറിച്ച് വളരെ വ്യക്തമായി സംസാരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 34-ാം വാക്യത്തിൽ യേശു പറയുന്നു, അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്. നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ. അതത് ദിവസത്തിന് അന്നന്നത്തെ ദോഷം മതി. നമ്മുടെ ജീവിതത്തിലെ പകുതി സങ്കടങ്ങളും വരാനിരിക്കുന്ന നാളെയെക്കുറിച്ച് ഓർത്ത് നമ്മൾ സ്വയം ഉണ്ടാക്കുന്നവയാണ്. നാളെ എനിക്ക് ജോലി നഷ്ടപ്പെടുമോ? നാളെ എന്റെ രോഗം കൂടുമോ? നാളെ എന്റെ കുടുംബം എങ്ങനെ ജീവിക്കും എന്നിങ്ങനെ ചിന്തിച്ച് നമ്മൾ ഇന്നത്തെ ദിവസത്തിന്റെ സന്തോഷം കളയുകയാണ്. യേശു നമ്മോട് പ്രകൃതിയിലേക്ക് നോക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. ആകാശത്തിലെ പറവകളെ നോക്കുക. അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകളിൽ കൂട്ടിവെക്കുന്നതുമില്ല. എങ്കിലും സ്വർഗസ്ഥനായ പിതാവ് അവറ്റകളെ പുലർത്തുന്നു. വയലിലെ ലില്ലിപ്പൂക്കളെ നോക്കുക. അവയെ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നതുമില്ല. എന്നിട്ടും ശലോമോൻ രാജാവ് പോലും തന്റെ സകല മഹത്വത്തിലും അവയിൽ ഒന്നിനെ പോലെ അണിഞ്ഞിരുന്നില്ല. പറവകളെക്കാളും ലില്ലിപ്പൂക്കളെക്കാളും താമരകളെക്കാളും എത്രയോ വിലപ്പെട്ടവരാണ് ദൈവത്തിന്റെ മക്കളായ നിങ്ങൾ. അവയെ പരിപാലിക്കുന്ന സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളെ കൈവിടുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നാളെയെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തകൾ ഭാരമായി മാറുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ദൈവത്തിന്റെ വിശ്വസ്തതയിലേക്ക് നോക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ വിചാരിക്കാത്ത പല പ്രതിസന്ധികളിൽ നിന്നും നിങ്ങളെ അത്ഭുതകരമായി വഴി നടത്തിയ ഒരു ദൈവമില്ല. ഇന്നുവരെ നിങ്ങളെ നടത്തിയ ആ ദൈവം നാളെയും നിങ്ങളെ നടത്താൻ വിശ്വസ്തനാണ്. നിങ്ങളുടെ നാളെ നിങ്ങളുടെ കൈകളിലല്ല, മറിച്ച് പ്രപഞ്ചനാഥനായ ദൈവത്തിന്റെ കൈകളിലാണ്. അവിടെ സുരക്ഷിതമാണ്. ആകുലതകൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു മുഴം കൂട്ടാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് ഭാരങ്ങളെല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് സമാധാനത്തോടെ ആയിരിക്കുക. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ അമ്മയുടെ ഉദരത്തിൽ നിങ്ങൾ ഉരുവാകുന്നതിന് മുൻപേ നിങ്ങളെ അറിഞ്ഞ, നിങ്ങളുടെ പേര് ചൊല്ലി വിളിച്ച ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ സ്നേഹം ഒരിക്കലും മാറാത്തതാണ്. ദൈവത്തിന്റെ ആ വലിയ പദ്ധതികൾ നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ഭയപ്പെടാതെ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുക. അവിടുത്തെ വഴികൾക്കായി പ്രാർത്ഥനയോടെ നിങ്ങൾ കാത്തിരിക്കുക. നിങ്ങളുടെ നാളുകൾ ശൂന്യമല്ല, അത് ദൈവത്തിന്റെ വലിയ അത്ഭുതങ്ങളാലും അനുഗ്രഹങ്ങളാലും നിറഞ്ഞതാണ്. പ്രിയ സഹോദരങ്ങളെ, ഈ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തിന് പ്രത്യാശയും ആശ്വാസവും നൽകിയെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക്, ഭാവിയെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നവരിലേക്ക് ഇതിപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. ദൈവവചനത്തെ അടിസ്ഥാനമാക്കിയുള്ള കൂടുതൽ ആത്മിക സന്ദേശങ്ങൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ താഴെ കമന്റുകളായി രേഖപ്പെടുത്തുക. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.